അല്ല ഞാൻ പറഞ്ഞ കേക്ക് വന്നാരും അപ്പൊ നീ അവിടെ നിന്നിട്ട് ഇങ്ങനെ പറയണം. ഞാൻ അങ്ങനെ കയറിപ്പോയിട്ട് ഓരോരുത്തർ ഡൗൺ ആക്കുവോ, പിള്ളേരൊക്കെ തല്ലി. അത് ക്ലീശ വേണ്ട. ഇതാവുമ്പോ ക്ലീശ അല്ലല്ലോ, ഇതാവുമ്പോ 4-5 പേരെ അടിച്ചിടുമല്ലേ. കൊമ്പനെടുത്താ മനസ്സിലാവില്ല അളിയാക്കും. കൊമ്പനൊക്കെ എടുത്താൽ മനസ്സിലാവും. കൊമ്പനിലൊക്കെ ഒരുപാട് വട്ടം ഞാൻ കൊണ്ടുപോയിട്ടുള്ളതാ. അയ്യോ അങ്ങനല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട്. മന്ദാര അല്ലെങ്കിൽ നിന്നെ കൊല്ലണ്ട, നീ എന്ത് ചെയ്യണം അറിയാവോ? നീ അഭിനയിക്കണം. അയ്യോ അണ്ണാ എനിക്ക് പേടിയാവുന്ന അവർ ഒരുപാട് പേരുണ്ട് കേട്ടാ, മനസ്സിലാവും കേട്ടാ, അവരൊരുപാട് പേരുണ്ട്. അങ്ങനെ പറയാം. ഞാൻ നാച്ചുറലായിട്ട് അഭിനയിക്കാം. മന്ദാരത്തിന് വെടിവെച്ചോന്നല്ലേ അണ്ണാ ഞാൻ ഫ്രണ്ടിൽ പോവാം. മുന്നൻ തെറ്റി വെച്ചാല് ഞാൻ ചാവും. ഇല്ല നീ എടാ ഇവനെ കൊല്ലരുത്, അവനെ കൊല്ലരുത് കേട്ടാ. എന്നിട്ട് ഞാൻ പറയണേ, എന്നിട്ട് ഞാൻ എല്ലാരും വൈപ്പ് ചെയ്ത് കഴിയുമ്പോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാസ് ബിജിഎം വരണം. മറ്റേ അല്ലുവർജിന്റെ ബൈക്കിന് മറ്റേ സിനിമ എൻട്രി ഇല്ലേ ബൈക്കൊക്കെ വെച്ചിട്ട് ആലോചിക്കാൻ പോലും വയ്യ എനിക്ക്. അത് മറ്റൊരു സിനിമ ഉണ്ട് അല്ലുവർജിന്റെ. പ്ലാനില് ചേഞ്ച് ഉണ്ട്. നമ്മുടെ ബ്രിജുവിനെ കൊല്ലരുത്, മന്ദാരത്തിനെ കൊല്ലരുത്. മന്ദാരത്തിന് അല്ലേ ബാക്കി കേൾക്കുന്നത്. മന്ദാരം വേണം അഭിനയിക്കാനുള്ള മെയിൻ ആള്. അണ്ണ ബോറാണ്, പ്ലീസ് ലീവ് ദി ലൈവ് ബ്രോ. കുഴപ്പമില്ല, ഉള്ള കാര്യം ഞാൻ പറയാളിയാ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. എന്തായി? വണ്ടിക്കകത്താണെങ്കിൽ ചുമക്ക്, ഒരുമിച്ചിരിക്കുവാണേ. ആരെങ്കിലും റേഡിയോയുടെ നെയിം മാറ്റിയിട്ട് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളതിന്റെ പോസ്റ്റൽ കോഡാക്ക്. റേഡിയോ നെയിം ആ പോസ്റ്റൽ കോഡാക്ക്. നിന്റെ സൗണ്ട് കുറവാണ് മന്ദാര, സൗണ്ട് കൂട്ടി വെക്കണേ. ഇപ്പൊ കറക്റ്റ്. ഗ്രാനി ഹൗസ് പേര് മാറ്റിയോ? எனக்கு பாட்டு கேட்கலடா. നമ്മളെ എന്തെങ്കിലും ചെയ്താ ഞാൻ പയ്യെ കൊണ്ട് വരാം. എന്താ സംഭവിച്ചത്? ചുമക്കേ പാട്ട് 1990 ഇറങ്ങിയ തെലുങ്ക് പടം കാണാൻ 16,000 പേര് ഇവിടെ നോക്കിയിരിക്ക. ഹലോ ഇവിടെ ഉണ്ടോ? ഹലോ ഗായ്സ് കേക്കാമോ? ഉണ്ട്. ആ ഓക്കെ. എന്തൊക്കെ പറയാ ആൾക്കാർ. എടാ ആരിലും ഒരാൾ മാത്രം ദർശനെ പിടിച്ച് ഫ്രണ്ടിൽ നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ഗണ്ണായിട്ട് ഗാർഡ് ചെയ്യുന്നത് പോലെ നിക്കണം കേട്ടാ. എന്നിട്ട് ഞാൻ ഒരു സംഭവം പറഞ്ഞു. ഒരു മഞ്ഞ വണ്ടിയുണ്ട് ഇവിടെ, ആ മഞ്ഞ വണ്ടിയുടെ അടുത്തൂടെ വരില്ല കേട്ടോ. അതെന്താ? വണ്ടിയാ, ബ്ലാസ്റ്റ് ആവാനുള്ള വണ്ടിയാണല്ലേ? അതെ. പിന്നെ ആ ദർശനെ ഇരിക്കണം അവസാനം വരെ മനസ്സിലായില്ലെങ്കിൽ അവൾ അറിയും ഓടും ഈ വെടിയുടെ. എടാ അല്ലല്ല, ഞാൻ പറഞ്ഞേക്ക് എയിം ചെയ്യുന്ന ആളെ ഞാൻ വെടിവെച്ചിടും. ആ സമയത്ത് ദർശനെ വന്ന് ബ്രിജുവും കോച്ചും കൂടെ നേരെ വിളിച്ചോണ്ട് വരും. ബാക്കി ഞാൻ അകത്ത് പോയി ബാക്കിയുള്ളവന്മാര് വീട്ടിൽ കയറി എല്ലാരും തല്ലും. അതാകുമ്പോ അങ്ങനെ തല്ലും പറ്റിയാലും അണ്ണും പൊക്കിക്കോളും.
ഓരോ ബോഡി എടുത്ത് വെളിയിൽ കൊണ്ടിട്ട് കത്തിക്കണ ആ എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഓരോ ബോഡി ആയിട്ട് ഞാൻ പറക്കിക്കൊണ്ട് വരും കേട്ടാ. ഓക്കെ 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 ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞേ 2027. ഓക്കെ സ്റ്റീവ് പറഞ്ഞേ ടൈമിങ്ങിന് വരണം കേട്ടാ. കോച്ച് സ്റ്റീവിന്റെ ടൈമിങ് പറയണം കേട്ടാ. ஓகே ഈ മണ്ടേ ഈ റൂട്ടിൽ കൊണ്ടോ ഈ அவன் ரேடியோல தான் இருக்கான். മേളിക്കൊടോ എന്നിട്ട് ഈ റൂട്ടിൽ കൊണ്ട് നിർത്ത്. 2027 എടാ ദർശനെ കൊണ്ട് എന്നെ വിളിപ്പിക്കാൻ നടക്കുവോ? അണ്ണ സീനുണ്ടായിരുന്നു ചേട്ടാ. നമ്മള് മറ്റേ വിശ്വാസമുള്ള ആര് അങ്ങനത്തെ എന്തോ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചേട്ടന്മാരുണ്ട്, പേര് ലോലൻ. അണ്ണന്റെ പേര് പറഞ്ഞു ചേട്ടാ. பரவாயில்ல போ பரவாயில்ல. ഇതിപ്പോ എവിടെയാണ് നിർത്തിയാനെ? അവളെ പുറത്ത് തോക്ക് കൊണ്ടിക്കൊണ്ട് ഒരുത്ത നിക്കണം. ഞാൻ പറഞ്ഞുതരാം എവിടാന്ന്. എടാ നീ ഇത് കണ്ടോ, ഇവിടെ നിർത്ത് മേളില്. കോച്ച് എന്റെ ടൈമിംഗ് ഞാൻ 3-4 സെക്കൻഡ് ഡിലേ എടാ എന്നെ വിളിപ്പിക്കടാ, എന്നെ കൊണ്ട് വിളിപ്പിക്കടാ. നമ്മള് സെറ്റ് ചെയ്യട്ടെ, ആളെ സ്ഥലത്തോട്ട് വെക്കട്ടെ. ലോല അടുത്തുണ്ടല്ലോ, അപ്പൊ അവന്റെ ഫോണൊക്കെ ഓഫാക്കി വെക്കാൻ പറ. അണ്ണ അവളകത്തെത്തി ശരിയല്ലല്ലോ. ബാക്കി എല്ലാരും അവരവരുടെ റോള് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓഡിയൻസ് അറിയാലോ, നിങ്ങളുടെ റോള് കറക്റ്റ് ആയിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയും ലാസ്റ്റില്. ഓരോ കാണിച്ചു കഴിഞ്ഞാല് പറഞ്ഞ രീതിയിൽ അഭിനയിച്ചോളാം. എല്ലാവരുടെ അടുത്തോടെ ഞാൻ പറയുക. മറ്റേ ടെറസിന്റെ മണ്ടയിലൊന്നും കൊണ്ട് നിർത്തില്ല. ഏറ്റവും മണ്ടയിലല്ല ഇത് ഹലോ ഞാൻ നോക്കിയിരുന്നു. അതായത് ദർശനേനെ കണ്ടുകഴിയുമ്പോ ദർശനി നമുക്ക് വിസിബിലിറ്റി ഉള്ള പുറത്ത് നിർത്തി. താഴെ നിർത്തുന്നത് നല്ലത്. അണ്ണൻ ദർശനരെ രക്ഷിച്ചിട്ട് നമ്മ അടുക്ക തന്നിട്ട് അണ്ണ അകത്ത് വന്നിട്ട് എല്ലാരും അടിച്ച് നിരത്തിയിട്ട് അണ്ണ പുറത്ത് വരും. അപ്പൊ ആ വിസിബിൾ ആയിട്ട് രണ്ടുപേരും പുറത്ത് വിസിബിൾ ആയിട്ട് നല്ല രീതിയിൽ വിസിബിൾ ആണെന്നുള്ള എടുത്ത് നിന്നാ മതിയെ കേട്ടാ. മെയിൻ എൻട്രൻസിൽ കൂടെ വന്നതാ നിങ്ങള്. മെയിനിൽ കൊണ്ട് നിർത്തി അബൌട്ട് ദ മിഷൻ ഈ മാർക്കിൽ ഇവിടെ അതിന്റെ അപ്പുറത്ത് ഓപ്പോസിറ്റ് നമ്മള് കുത്തിയ സ്ഥലത്ത് കൊണ്ടുപോകും. എന്തൊക്കെയാ ദൈവമേ. പ്രത്യേകം പറയാം, മഞ്ഞക്കാരന്റെ അടുത്തൂടെ വരല്ലേ. ഇല്ല 2038 റോഡിൽ കൂടെ വന്നപ്പോ അതിൽ കൂടെ വന്ന സീനിലല്ലേ മിഷൻ ദർശന. അതെ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയുമ്പോ എനിക്ക് മിഷൻ நீ உள்ள கேரி போகும்போது ஸ்டீவ் கால் கொடுக்கவா? കൊച്ചിന്റെ ഫോൺ തിരിച്ചു കൊടുക്കും. ஹலோ കൊടുത്താ நீ உள்ள பில்டிங் கேரி போகும்போது ஸ்டீவ் கால் கொடுக்கவா? டேய் வாசு உள்ள போயிட்டான்டா, தனியா வா, சீக்கிரம் வா அப்படி கால் கொடுத்துட்டு. ടെറസിന്റെ മണ്ടയെ നിർത്താതെ താഴെ ഇറക്കി നിർത്തണമെന്ന് പറയാണ്, അപേക്ഷയാണ്. ഇത് ഇവന്മാരെ കാണുന്നില്ലേ തട്ടി ആരുടെ കൊച്ച്? ഹലോ വഴി കൊണ്ടുവേണം ഞാൻ ഹെലി ആകാശത്തോണ്ട് പോണേ കേട്ടോ, ഹെലി ആകാശത്തോണ്ട് പോണേ. കോച്ച് കോള് പറഞ്ഞാ അതെ കണ്ണാടി എടാ എനിക്ക് എങ്ങനെ ലൊക്കേഷൻ മനസ്സിലായെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. നീ അവരെ കൊണ്ട് വിളിപ്പിക്കേ. ഫോൺ കൊടുക്കും. കോച്ച് ഇപ്പൊ സൗണ്ട് അവളിപ്പോ ലോലിനെ വിളിക്കാൻ വേണ്ട, നീ വാസുവിനെ തന്നെ വിളിച്ചാൽ അടിയായി ലാസ്റ്റ് അവളെ അടിച്ചു വെടിവെച്ച് കൊല്ലുന്നത്. അങ്ങനെയൊക്കെ നടക്കാൻ പോണത് ഇപ്പൊ. എടാ എല്ലാരും ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ. ലോലിന് എല്ലാരും അതല്ല അല്ല ഫോൺ കൊടുക്കും. കേട്ടില്ല. ഇവള് ലോലിന്റെ അടുത്ത് ഫോൺ വിളിക്കും. മനസ്സിലായ നിങ്ങൾ ബാക്കിലോട്ട് ഓടിയാ മതി. അപ്പൊ വെടി വരുന്നതാണ്. നമ്മളാകെ 4 പേരുള്ള അവിടെ. ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കട്ടെ. അങ്ങോട്ട് വിളിക്കുന്ന അണ്ണ അങ്ങോട്ട് വിളിക്കുന്നില്ലേ നല്ലത്? നിങ്ങൾ അണ്ണനെ വിളിപ്പിക്കുന്ന എന്തായാലും ഡൗട്ട് അടിക്കും.
വിളിച്ചിട്ട് കിട്ടുന്നില്ല. cannot be reached. എന്ത് ചെയ്താലേ ആ കൊച്ചിന്റെ ഫോൺ എടുത്തു വെച്ചാൽ അതെ അണ്ണൻ വിളിക്കട്ടെ എന്നിട്ട് സ്പീക്കർ ഇടാൻ എടാ പറഞ്ഞു നിങ്ങളെ ഫോൺ കൊടുറാ, ഫോൺ കൊടുറാ. കൊടുത്തു എടാ cannot be reached എന്ന്. ആ കൊച്ചിന്റെ ഫോൺ ചാർജ് ചെയ്ത് കൈ കൊടുക്കണ ഫോൺ ചാർജ് ഇല്ല. ഇതാണ് ഞാൻ ഈ പെണ്ണുങ്ങളൊന്ന് പുറകെ പോവാത്തത്, മനസ്സിലായ? പവർ ബാങ്ക് ആരെയും കൊടു എന്റെ അണ്ണാ ദർശനെ ഹെൽപ്പ് ആക്കാൻ ആരോ തട്ടിക്കൊണ്ടുപോയി. അയ്യോ തട്ടിക്കൊണ്ടുപോയ ദർശനെ. അതെപ്പോ ഭയങ്കര അൺപ്രൊഫഷണൽ ഞാൻ കിട്ടണം. അറിയില്ല. ഞങ്ങൾ കപ്പിളാർ ചെയ്യാൻ വെച്ചിരിക്കുന്നു. അത് വേറൊരു അങ്ങനെ എടാ അവളുടെ ഫോണ് ചാർജ് ഇല്ലടാ. ചൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ മന്ദാരം നീ ചിരിക്കുവാണോ കരയുവാണോ എനിക്ക് മനസ്സിലാവണില്ല. അത് ബാക്കാ എനിക്ക് രണ്ടും വരുന്നില്ല. മനസ്സിലായോ? ആ പോയെടുക്ക് എടാ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. അണ്ണാ ആക്ടിങ് ചാറ്റില് ആക്ടിങ്. ഞാൻ അത്ര ചിന്തിച്ചില്ല. ഫ്രണ്ട് എടുത്താരെ കണ്ട ഞാൻ പറഞ്ഞില്ലേ എന്താ അണ്ണ LX ഒരു ബ്ലാസ്റ്റ് ചെയ്യാൻ ഒരു വണ്ടി വെച്ചിട്ടില്ലേ, അതിന്റെ അകത്ത് ഫോൺ വെച്ച അത് ബ്ലാസ്റ്റ് ആയതിന്റെ അവസ്ഥയിൽ വെച്ചോക്കിയ പിന്നെ പ്ലാനേ തീർന്നു. പുതിയ ഫോണൊക്കെ മേടിച്ചിട്ടായിരുന്നു. നല്ലവന്മാര്. എടാ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലടാ. നീ അവളെ ഏതെങ്കിലും റേഡിയോ കെട്ടിയിട്ട് നൈസായിട്ട് ഒരു കാര്യം ചെയ്യും. ദർശന കണക്ട് റേഡിയോ പറഞ്ഞിട്ട് ഏതിൽ റേഡിയോ ഇട്. അപ്പൊ അത് ഇവളെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. അങ്ങനെ നടക്കും. ദർശന കിഡ്നാപ്പേഴ്സ് കണക്ടർ റെഡി നിങ്ങൾ ചുമ്മാ ഒന്ന് ചോദിക്ക്, ആരുടെയെങ്കിലും നമ്പർ കാണാതെ അറിയോ, ഞങ്ങൾ വിളിച്ചു തരാം, സ്പീക്കർ ഇട്ട് തരാന്ന് പറ. നമ്പർ അവൾ എന്റെ നമ്പർ പറയോ നോക്കാം. വേറെ ആരെല്ലാം പറയുന്നെങ്കിൽ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറ. അത് നല്ല ഓപ്ഷനാണ്. ആ ഓക്കെ, ഇതിനൊക്കെയാണ് നമ്മുടെ ഒരു ഐഡിയ ഇല്ലാത്ത. അതാ ഹീറോ അല്ലാണ്ട് പിള്ളേരുടെ ഇടയില്. പിന്നല്ലാതെ ആണാ ഹെൽപ്പ് ദർശന. എടാ ദർശനക്ക് എന്ത് പറ്റി? ദർശനക്ക് എന്ത് പറ്റി? വെടി കഴിയുന്ന ഒരു സമാധാനം ഇല്ലണ്ടാ. ദർശനയോ ആരൊക്കെയോ തട്ടിക്കൊണ്ട് പോയി. എന്റെ പൊന്നോമി നീ പറ്റി നിർത്തി. ഹലോ വേറെ പരിപാടി ഇറങ്ങി. ഹലോ എന്താ പരിപാടി? ഹലോ ആരാ? ഹലോ ബ്രോ കേക്കാവോ? ഹലോ ആ കേക്കാം കേക്കാം. ആരാ? പരിപാടി കുട്ടി സംസാരിക്കും. ഹലോ ഹലോ ദർശന. ഇവരെന്നെ അപ്പുനെ അപ്പുകുട്ടനെ കൊന്നോ? എന്നെ ഇവരെ പിടിച്ചോണ്ട് 2 മാസം ഡയലോഗ് പറയട്ടെ. എവിടെ ലൊക്കേഷൻ? എവിടെ ലൊക്കേഷനൊക്കെ പറയാം. ആദ്യം നീ ഒരു 50 കോടി കൊണ്ടുവിടുക. എടാ പൈസ കൊണ്ട് അവിടെ നീയൊക്കെ ജീവനോട് ഉണ്ടാലല്ല 50 കോടി നിനക്കൊക്കെ മേടിച്ച് കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. ആദ്യം പറഞ്ഞത് കേക്ക്. ആദ്യം 50 കോടി കൂടി കൊണ്ടുവാ. നമ്മള് പറയണ 50 കോടി ഇവിടെ 50 കോടി ലൊക്കേഷൻ പറയോ? എനിക്ക് ദർശനോട് സംസാരിക്കണം. ദർശനം സേഫ് അല്ലേ? സേഫ് ആണ്. അപ്പുക്കുട്ടൻ അവനവിടെ അവനൊക്കെ തീർത്ത് തട്ടി അവനൊക്കെ. തൽക്കാലം ദർശന അപ്പുക്കുട്ടനെ ഞാൻ നോക്കിക്കോളാം. ദർശന സേഫ് ആയിട്ടിരിക്കും, ഒന്നുമില്ല, നോക്കിക്കോളാം. അപ്പൊ 2027 പൈസ കൊണ്ട് വരണം. 2027 ആ ഓക്കെ. ഈ സിറ്റുവേഷൻ നമുക്ക് എടുക്കണോ ഗൈസ്? സിറ്റുവേഷൻ എടുക്കണോ നമുക്ക്? ഇതിപ്പോ ഈ സിറ്റുവേഷൻ നമുക്ക് എടുക്കണോ? എടുക്ക്. യെസ്. ചാറ്റിലെല്ലാം യെസ് ആണ് പറഞ്ഞ. ഓക്കെ. എടാ കത്തി പോവാണെങ്കിൽ നോക്കണേ. എടുക്കാം. എടാ ഇത് പിടിക്കെടുത്ത് കൊണ്ടുപോണ്. ഫ്രണ്ടിൽ
നമുക്ക് കുറച്ച് പയ്യെ പോലെ പെട്ടെന്ന് എത്തിയാൽ ഇവിടെ അടുത്തെങ്കിലും വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കും. പൊട്ടിക്കാൻ കാർ റെഡിയാക്കി വെച്ചേക്കും. ചാറ്റ് അറിഞ്ഞ് ബിഹേവ് ചെയ്യണം, ചാറ്റ് അറിഞ്ഞ് ബിഹേവ് ചെയ്യണ കാര്യങ്ങള് ഞാൻ പലവട്ടം ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അറിഞ്ഞ് ബിഹേവ് ചെയ്യണം ചാറ്റ്. ഞാൻ ആകാശത്ത് പോണതുണ്ട് കോച്ച്. അടിച്ചാൽ 1.5 കിണ്ട് വെയിറ്റഡാ അത് പറഞ്ഞാലോ എന്താ ഓങ്കി അടിച്ചാ 1.5 ടൺ വെയിറ്റ് தெரியுமா ഓങ്കി അടിച്ചാ 1.5 ഓടി അകത്ത് കയറി പറയേ. കോച്ച് ഇമാരി അപരാധമൊക്കെ പറഞ്ഞ ഞാൻ തൂറി എറിയുവേ ഞാൻ ഉള്ള കാര്യം நான் இது சொல்லல நான் சொல்லல மந்தாரம் தான் சொல்ல சொன்னேன் ഫസ്റ്റ് சொன்னது ഓക്കേ അല്ല ഞങ്ങള് വരാറാവാണ്. ഇനി ഒരു 700 മീറ്റർ ഉള്ളു. ഞാൻ പയ്യെ വരുന്നുണ്ട്, പയ്യെ ഞാൻ പിങ് ഇതുവരെ അണ്ണന്റെ വെടി സ്ലോ മോഷനിൽ കാണാൻ നിൽക്കുന്ന പറ്റില്ല. ആരാ? അണ്ണന്റെ വെടി നോർമൽ സ്പീഡിൽ കാണാൻ പറ്റില്ല. അത് പറയാം. നിങ്ങൾ വെടിവെക്കുമ്പോ ഒരാളെ ഡൗൺ ആക്കുമ്പോ നമ്മള് അകത്ത് കയറും, അകത്ത് വെടിവെക്കും, അടിച്ചു തീർത്തോട്ടെ. ഓക്കെ എന്നാലേ ഓടി അകത്ത് പറ്റുള്ളൂ. നമ്മള് വിഫ് ചെയ്യും, നമ്മള് ഫുള്ള് വിഫ് ചെയ്യും. ഞാൻ അണ്ണനെ പ്ലക്കാൻ വേണ്ടിയിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഗണ്ണെടുത്ത് വരണം. പക്ഷെ നിങ്ങൾ ഒരു നിങ്ങൾ വെടിവെക്കല്ലേ? ഈ വെടികൊള്ളുന്നവരെ തല്ലല്ലേ വാസുണ്ണ, തല്ലല്ലേ വാസുണ്ണ. അയ്യേ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഈ പയ്യാന്ന് പറഞ്ഞു കൊടുക്കല്ലേ? എടാ ഞാൻ പറഞ്ഞ കാര്യം കേക്ക്. ഞാൻ പറഞ്ഞ കാര്യം നീ എന്റെ അടുത്തോട്ട് വരണം. ഞാൻ അവിടെ വെടിവെച്ചിട്ട് ഇവന്മാർ അടുത്തോട്ട് പോകും. അവളുടെ അടുത്തോട്ട് പോകുമ്പോ നീ അവളെ നൈസായിട്ട് ഞാൻ ഇങ്ങനെ പറയും, മന്ദാരം ദർശനം നോക്കിക്കോ, ഞാനിപ്പോ പോയി അകത്ത് പോയിട്ട് ഞാൻ ഇവരെ ഒന്ന് അടിച്ച് എല്ലാത്തിനും അടിച്ച് ഒടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകട്ടാ. ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും അണ്ണന്റെ വെടി നോർമൽ സ്പീഡിൽ കാണാൻ പറ്റില്ല. ഞാൻ കാര്യം പറയട്ടേടാ, ഈ അനങ്ങാതെ നിൽക്കുന്നവന്മാരെ ഞാൻ വിപ്പ് ചെയ്ത് എന്ത് ചെയ്യും? എന്റെ മാർക്ക് ഉണ്ട്, എന്റെ മാർക്ക് ആ റോട്ടിൽ അതല്ല എനിക്ക് നമ്പിക്കുണ്ട്. അതെ കോച്ച് എന്റെ ഹീലബിൾസ് ഒന്നുമില്ല. എന്തെങ്കിലും തന്നെ രണ്ട് നിങ്ങളെന്തൊന്നും മിണ്ടാതെ അവളുടെ ചോദിക്കണം. അവളുടെ പാട്ടൊക്കെ പഠിപ്പിക്കും. ഭീഷണിപ്പെടുത്തണ நீ போய் பாடி எடுத்துட்டு வரும்போது தான் நான் டைலாக்ஸ் പറയും. ഓക്കേ ഞാൻ ബിജിഎം കൂടാ. റെഡിയല്ലേ? നമ്മളിപ്പോ തോക്കെടുക്കണ്ടല്ലോ. പിങ് കാണുന്നില്ല. മറ്റേ റോഡ് പിങ് കാണുന്നില്ല. എനിക്ക് ഈ ഫ്രണ്ടിൽ ഇതിന്റെ മനസ്സിലായില്ല. റൈറ്റ് എടുത്തിട്ട് ഒന്നും കൂടെ എൻട്രൻസാ കേറാറുമ്പോ പറയണേ, ഞാൻ ഒരെണ്ണം പൊട്ടിക്കാം. ഇതുവഴിയല്ലേ കയറണ്ടേ? അതായത് അണ്ണൻ ഈ വഴി പോ, എന്നിട്ട് ആ റോഡിന്ന് കയറണം. മനസ്സിലായോ? ഈ വണ്ടി വരണം അണ്ണ നമ്മള്. ഇവിടുന്ന് വരണം നമ്മൾ. അപ്പം സൈഡിൽ നിന്ന് വണ്ടി ബ്ലാസ്റ്റ് ആവും. ഏത് നിങ്ങൾ പൊട്ടിച്ചല്ലേ ഇത് പൊട്ടി അരിച്ച് ആവത്തില്ല. പൊട്ടിച്ച് വാ. സൂപ്പർ സൂപ്പർ. ചാടി അടുത്ത വണ്ടി വണ്ടി മാറ്റി വണ്ടിക്ക് നീ പിടിച്ച് ഹെൽമെറ്റ് താണിറങ്ങടാ. മേലോട്ടുള്ള വഴി പറഞ്ഞേ. മേലോട്ടുള്ള വഴി പറ. നേരെ ഒന്ന് റൈറ്റ്, രണ്ടാമത്തെ ഡോർ റൈറ്റ്. എവിടെ നിക്കുന്നേ? റൈറ്റ് ഇറങ്ങ്. നീയൊക്കെ എവിടെ ഏത് കാലിന്റെ പോയിരിക്കുന്നു?
വെയിറ്റ് ഞാൻ ബാക്കി എന്തെങ്കിലും പൊട്ടിക്കാനുണ്ടോ നോക്കട്ടെ. അണ്ണാ റൈറ്റ് 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 പുഷ് റൈറ്റ് അണ്ണാ റൈറ്റ് റൈറ്റ് അണ്ണാ എന്നെ കൊല്ലുന്ന ഞാൻ രണ്ടെണ്ണം കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയെ കൊന്നു ഞാൻ ലൊക്കേഷൻ മാറി പോയതുകൊണ്ടാ എല്ലാരും ലൊക്കേഷൻ അറിയില്ലല്ലോ നീയൊക്കെ എന്താ പറഞ്ഞത്? നീയൊക്കെ എന്താ വിചാരിച്ചേ? ദർശനം ഈസിയായിട്ട് കൊണ്ടുവന്നോ? അടുത്തോട്ട് കൊണ്ടുപോടാ മന്ദാരവേ, അടുത്തോട്ട് കൊണ്ടുപോടാ. നീയൊക്കെ എന്താ വിചാരിച്ചേ? അങ്ങ് ഈസി ആയിരിക്കും വിചാരിച്ചോ? നീയൊക്കെ ദർശനെ കൊണ്ട് നീയൊക്കെ ഒന്നുകൂടെ ജനിക്കണം. നീയൊക്കെ ഒന്നുകൂടെ ജനിക്കണം ദർശനെ കൊണ്ടുപോകണമെങ്കിൽ, മനസ്സിലായേ? നിന്റെയൊക്കെ 50 കോടി മര്യാദക്കെന്ന് ஆல் ஏரியாலயோ நம்ம வாசு கில்லிடா. ഞാൻ ആദ്യമേ നിന്നെയൊക്കെ ഓൺ ചെയ്തതാട്ടാ. കളിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് കളിക്കണം. നീയൊക്കെ അണ്ണന്റെ പെണ്ണിനാണ് അതിന്റെ കളി. മറക്കരുത്, ആ വെള്ള ഹെലിയിലാണ് കയറേണ്ടത്. ഒരു 5 പേരെ വിളിച്ചോണ്ട് വരാൻ വയ്യാന്നോടാ. ഇവന്റെയൊക്കെ ഒരു ഇവന്റെയൊക്കെ ബോഡി വർക്കിംഗ് ഇവിടെ കൊണ്ട് നിട്ടാ. അകത്ത് എത്ര ബോഡി ഉണ്ണാ? പിന്നെ അല്ലടാ സ്റ്റീവേ, എണ്ണാൻ പറ്റുന്നില്ല എത്ര ബോഡി അകത്ത്. അവിടെ കേൾക്കണല്ല. അണ്ണാ 5 പേരെ കൂടെ കൊണ്ടുവരാൻ പറയണ. അതൂടെ പറഞ്ഞത് ഇത് ഊമ്പിയ ബീജിയം ഏതോ ഒരു ബീജിയം പറഞ്ഞത്. നിന്നോടൊക്കെ ഞാൻ പല വട്ടം ഈ ബീജിയം പറഞ്ഞത് നല്ല ഊമ്പിയ ബീജിയം. ബോഡിയൊക്കെ എവിടെ എണ്ണ ബാക്കി? വർക്കി വരുത്തണ്ട, കൊറേ ബോഡി ഉണ്ട്. இதனாலதான் எங்களோட லீடர் மனசிலாயா നിന്നെയൊക്കെ പണ്ണൂന്നടാ. ഒറ്റക്ക് ഇന്നാളെ അടിച്ച് മനസ്സിലായ നമ്മളൊന്നും ബാക്കപ്പ് വരേണ്ടി പോലും വന്നില്ല. നീയൊക്കെ എവിടെ കിട കുറച്ചു അണ്ണാ ഈ ഹെലികോപ്റ്ററിലെ കയറാൻ മറക്കരുത്. വെള്ള ഇതെങ്ങനെ പോകും? എസ്കോർട്ട് അടിച്ചിട്ട് പോകുന്നില്ലേ? ഇല്ല, അണ്ണൻ ക്യാരി ചെയ്ത ബോഡി എടുത്ത് കണ്ണു വെച്ച് റിലീസ് ഓപ്ഷൻ ഉണ്ടാകും നോക്കി, ഇല്ലെങ്കിൽ ബഗ്ഗായി. അണ്ണാ ആ ബോഡി ഡെഡ് ബോഡിന്റെ അടുത്ത് പോയി കണ്ണു വെച്ചാൽ ആ ഓക്കെ സെറ്റ്. അണ്ണാ അവരെ നിന്നെയൊക്കെ പണ്ണൂന്ന് ഒറ്റയ്ക്ക് അടിച്ചിട്ട്. എടാ വർത്താനം വേണ്ട, മനസ്സിലായ? വർത്താനം നിന്റെ അടുത്തൊക്കെ ആദ്യമേ ഞാൻ വാൺ ചെയ്തതാ, മനസ്സിലായ? വാൺ ചെയ്തേ ഞാൻ ഒറ്റയ്ക്ക് മതി. നിന്നെയൊക്കെ ഒരു ഏട്ടെണ്ണത്തിന് നിന്റെയൊക്കെ ബാക്കിയുള്ളവന്മാർ ബോഡി അപ്പുറത്ത് കിടക്കണം. നീയൊക്കെ പോകുമ്പോ അതും കൂടെ കൊണ്ടുപോണേ. നിന്നെ ഒന്നും പറക്കാൻ വയ്യ ഇനി. അല്ല പിന്നെ ദർശനൊക്കെ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഞാൻ പിന്നെ പറയടാ. എടാ പിന്നെ ദേഷ്യം വന്നില്ലടാ എനിക്ക്. ഞാൻ ഇത്ര റേജ് ആയിട്ടില്ല ഈ ഇടയ്ക്കൊന്നും. നമ്മള് സന്തോഷത്തോടെ ഇവന്മാരൊക്കെ എല്ലായിടത്തും ഉണ്ടാവല്ലോ ഇങ്ങനെ കുറെ എണ്ണം. നമ്മൾ എന്തെങ്കിലും നമ്മൾ സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുമ്പോ മുടക്കാനായിട്ട് കുറെ എണ്ണം. സത്യം ദർശനം ദർശന കാരണമല്ല. അയ്യോ ദർശന, ഇതൊക്കെ എന്റെ ലൈഫിൽ സഹജമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ലേ ദർശന? ഡെയിലി റൂട്ടീനില് നടക്കുന്ന കാര്യമാണ്. ചിലപ്പോ ഇപ്പൊ 6 പേരെ അടിക്കാൻ സാധാരണ നമ്മള് ഗ്യാങ് ആയിട്ട് പോകും. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് വരണമെന്ന് അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഇങ്ങനെ അപകടത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആൾക്കാർ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ബാക്കപ്പ് എന്ന് ഞാൻ ഹെലി എടുത്താ വന്നേ, എന്നിട്ടും ഇത്ര പെട്ടെന്ന് ഒത്തിരി എണ്ണം തീർത്തു. മനസ്സിലായി. നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് നമുക്കൊരു ഭ്രാന്ത് മനസ്സിലായി. അഡ്രനാലിൻ കേറും.
അതാണ് ഇപ്പൊ കണ്ടത്. நான் பின்னாடி அவன் பின்னாடி போற ஒரு பாடியா விழுந்துட்டே இருக்கடா. എത്ര നേരം വിളിച്ചിടാ ഒന്ന് വരാൻ വേണ്ടിയിട്ട്? ഞാൻ തിരക്കായപ്പോ തിരക്ക് സോറി ഞാൻ ഞാൻ റേഡിയോയിൽ ഇല്ലായിരുന്ന സോറി മിസ്റ്റേക്ക് സോറി കുഴപ്പമില്ല, അണ്ണ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തടാ, അതാ വലിയൊരു കാര്യം. ലേറ്റ് ആദ്യമായിട്ട് ഇത്ര വലിയ എതിരാളിയെ കാണുന്ന നെക്സ്റ്റ് ടൈം കാണണ്ട കാണാടാന്ന്. കാണാടാന്നോ? വേണ്ട 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 ഒന്നും ചെയ്യണ്ട വിട്ടേരെ കൊച്ചു വിട്ടേരെ. ഇത് ശക്തമായ ആദ്യം മുട്ടയിൽ എഴഞ്ഞ് നടക്ക് നീ എണ്ണീക്ക് എന്നിട്ട് വർത്താനം வைப் அவுட் பண்ணிடுவா பரா ദർശന വാ. கத்திடுறான். വാ 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 പോ. எவ்வளவு கையில காசு നമ്മുടെ പരിപാടികൾ മടക്കാനായിട്ട് അറിയിക്കോളൂ. കേറിക്കോ ദർശന. ഇത് കയ്യിലേക്കാണ്. മറ്റേ മറ്റേ അയ്യോ ദർശന ഈ ഹെലി കയറണം. ദർശന ഈ ഹെലി കയറിക്കോ. സാബു ആ ഹെലിയിൽ വരും. ஓகே அண்ணா ஓகே அண்ணா ஓகே 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 നമ്മുടെ പ്ലാൻ ഇത് അറിഞ്ഞിട്ട് മുടക്കാനുള്ള പരിപാടിയാണ്. അണ്ണാ പറയാ ദർശന. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഇതിങ്ങനെ ആരും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. വന്നു എടാ കേക്കാവോ? ആ ദർശന, ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ദർശന. അതിൽ പെട്ടെന്ന് ഇതാവണ്ട. ഇന്നത്തെ ഈ അടിയിൽ എന്തായാലും ഇനി അവന്മാര് ദർശനയുടെ 7 അയലത്ത് പോലും വരില്ല. എന്തോ ദർശന പെട്ടെന്ന് എന്താ സംഭവിച്ചേന്നേ മനസ്സിലായില്ല. ഇതൊന്നും ഞാൻ ദർശനയോട് എപ്പോഴും അധികം സമയം ഒന്നും സ്പെൻഡ് ചെയ്യാത്ത എന്താണെന്ന് അറിയുമോ? ഗ്യാങ്ങിന്റെ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നുണ്ടാ. ഡെയിലി ഇതുപോലെ വാറും കാര്യങ്ങളൊക്കെ അല്ലേ ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. എടാ അമ്പത്തൂരെ ഏതെങ്കിലും ഒരു കടയുടെയോ അതിന്റെ പെള്ളയുടെ ചവിട്ടി എന്റെ ദേഹത്ത് കയ്യിൽ മൊത്തം ചോരയാണ്. ഒന്ന് കഴുകി കളഞ്ഞിട്ട് പോവാം. കടൽ തീരത്തിൽ നിർത്തും, കുറച്ച് കഴുകിട്ട് പോവാം. അത് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലടാ. അണ്ണ ജനങ്ങളെ മനസ്സിലെ ഹീറോ അല്ല അണ്ണ, അതുകൊണ്ട് പെട്ടുപോയി അണ്ണ ഞങ്ങൾ. സോറി ദർശന. ഫോണൊക്കെ അവര് മേടിച്ചപ്പോഴേ എനിക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും പറ്റും. എനിക്ക് ലൊക്കേഷൻ പോലും ആർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയെ പേടിച്ചു പോയപ്പോ. ഇല്ല ദർശന, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മളൊക്കെ ഈ സിറ്റിയിലുള്ളപ്പോ ദർശന ആരും എന്ത് ചെയ്യാനാ ദർശന? ഒരു മിനിറ്റ് നേരത്തെ പോരെ കേക്കാമോ? ഇവിടെ പിന്നെ സമുദ്രം പോലും ഒരു തോടായിട്ട് തോന്നും. ഒരു സെക്കൻഡ്, ഞാൻ കൈ ഒന്ന് കഴുകി കളഞ്ഞോട്ടെ. ലൊക്കേഷൻ എവിടെയാടാ? എടാ ചില്ലാടുവാ, നിങ്ങൾ ദേഹത്ത് വിളി, ചില്ലിയാടിലാണോ? കയ്യില് മൊത്തം ചോരയായി. അസന്ന ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഓ പറഞ്ഞു ദർശന. എന്തൊക്കെ വലിയ സാഹചര്യം അണ്ണനിങ്ങനെ ഒറ്റയ്ക്ക് റിസ്ക് എടുത്ത് പോകരുത്. എന്തേലും പറ്റിയ എന്താ പറയാ, ചെറിയ മുറിവോ കാര്യങ്ങളോ ഇല്ല, നമ്മളെക്കാളും വിലയുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യൂലേ ദർശന? ആ സമയത്ത് നമ്മുടെ സ്വന്തം ജീവനം നോക്കൂലല്ലോ. അണ്ണനൊരു ഫാമിലി ഉണ്ട്. അണ്ണനെ വിശ്വസിച്ച് നിൽക്കുന്ന അനിയന്മാരുണ്ട്. അണ്ണൻ എന്തെങ്കിലും ചെയ്യുമ്പോ അവരെ കൂടെ ഓർക്കണം. അവർക്കും വേണ്ടി ഞാൻ ഇങ്ങനെയല്ലേ നിൽക്കുന്ന ദർശന. അതെ, എന്നാലും കുഴപ്പമില്ല, വാ ദർശന വാ. അണ്ണ അപ്പുക്കുട്ടൻ സേഫ് അല്ലേ? അപ്പുക്കുട്ടൻ സേഫാണ്. താടിയെല്ലാം ചെറിയൊരു സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ. അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇപ്പൊ വരും. ഓക്കെയാണോ? ബാക്കിയെല്ലാം ഓക്കെയാണ്. നമ്മൾ വിചാരിച്ച പോലെ ഇമ്പാക്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഞാൻ ഒറ്റയ്ക്ക് വെടിവെക്കുന്നു, ഞാൻ റിസ്ക് എടുത്ത് പോകുന്നു.
ആ ഇമ്പാക്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായ? എന്താ കണ്ടത്? ഇത് ദർശനക്കുള്ള എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ദർശന, താങ്ക് യു. കിടക്കണതായോണ്ട് ദൈവമേ ഇതൊക്കെ ആര് സെറ്റ് ചെയ്തത്? 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലേ? പുള്ളി ഇതിന്റെ പുറകിലായിരുന്നു. താങ്ക് യു അണ്ണാ. പിന്നെ ടിവിയിൽ ഒരാളുടെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലേ? ബർത്ത്ഡേക്ക് ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമം. ദർശന എന്റെ അടുത്തൂടെ പോയി. ആ മൂണിന്റെ ഡയറക്ഷനിൽ വിടാൻ പറയാം. കൺട്രീസ് ദർശന വരും. എന്നാ ഈ പാട്ട് ഓർമ്മയുണ്ടോ? പിന്നെ പാട്ട് ഓർമ്മയുണ്ട്. പോണാടുന്നത് 10 ദിവസം കഴിയുമ്പോ ഒഴിവാക്കുള്ള. താജ്മഹൽ വരെ പണിതിട്ട് നമ്മള് ഇതുവരെ കെട്ടിയില്ല. പിന്നല്ലേ എല്ലാരും ഒന്ന് വിഷ് ചെയ്ത് ദർശനെ. വന്ദനം വന്ദനം വന്ദനം. എത്ര വയസ്സായി? 23. 10 വർഷം മുന്നേ. അതെന്താ അർത്ഥം? വേണ്ടേ രൂക്കു 5 പിന്നെ എന്ത് വേണ്ടേ? താങ്ക് യു താങ്ക് യു താങ്ക് യു. അണ്ണൻ പോയിട്ട് അണ്ണന്റെ കസരാത്ര ഞാൻ കാണുന്നുള്ളൂ. മേടിക്കണേ. പരാതി പറയല്ലേ. ഹലോ അണ്ണ അറിഞ്ഞില്ലല്ലോ. ഹലോ ദർശന വാ ദർശന അങ്ങോട്ട് കേക്ക് കട്ട് ചെയ്യാൻ ബാക്കി പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ ചേച്ചിയോടെ അവസ്ഥയാക്കുന്ന കേട്ടെ. ഇവർക്ക് കഞ്ഞിവെള്ളം കൊടുക്കാത്ത പോലെയാണ് ഉഷാറി പഴം പറയാം. നിന്റെ മാടം പറക്കുന്നില്ല. മിക്കവാറും ചന്ദ്രനൊക്കെ പിണങ്ങും കേട്ടാ. ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് പോലും ഇങ്ങനെ ഒരു പരിപാടി വെച്ചിട്ടില്ലേ? ഇത് ആര് സെറ്റ് ചെയ്തതൊക്കെ? താങ്ക് യു. 2 ദിവസമായിട്ട് നമ്മള് ഫുള്ള് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുവായിരുന്നു. ദർശനയുടെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് ആ ഒരു നല്ല ദിവസം സ്പോയിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് അന്ന് ഞാൻ അധികം നിൽക്കാഞ്ഞത്. അപ്പൊ പിന്നെ ദർശനക്ക് അങ്ങനെ ഒരു അത് നമ്മള് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തില്ല എന്നുള്ളൊരു ബാഡ് വേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ. പേരെന്താ ഇല്ലേ? ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. പേരെന്താ? LXU.
ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ ദർശന ഹാപ്പി ബർത്ത്ഡേ ടു യു. അണ്ണാ കേക്ക് തന്നെന്ന് വിചാരിച്ചു. ഓ ഓക്കെ. ഞാൻ അധികം കഴിക്കാറില്ല, ഷുഗർ കട്ടാണേ. എല്ലാരും കേക്ക് എടുക്ക്. എല്ലാരും എല്ലാരും എന്തോ അണ്ണാ മോബിക്ക് വായി വെച്ചോളാം. നിനക്ക് പ്രത്യേക വെച്ചിരുന്നുണ്ടേ. അണ്ണാ കേക്ക് നിങ്ങളുടെ കമന്റ് എനിക്ക് കാണുന്നില്ല. ഇതെന്താ? ഹലോ